ഞാൻ പ്രപ്പോസ് ചെയ്തതാ, നിങ്ങൾക്ക് എന്നെ കെട്ടിക്കൂടെയും ചോദിച്ചു. എന്തോന്ന് പറഞ്ഞു, ഞാൻ തമാശ പോലെ പറഞ്ഞു, ഞാൻ അറിഞ്ഞില്ല എത്ര സീരിയസ് ആ. ഞാൻ അവളോട് പറഞ്ഞു, ഞാൻ നീ വിചാരിക്കുന്ന പോലെ ആർമിക്കാരനാണ്, പക്ഷേ വീൽ ചെയറിലുള്ള ഒരാളാണ്. എനിക്ക് 6-7 മാസം മുന്നേ ഇങ്ങനെ ഒരു ഇഞ്ചുറി പറ്റിയിരുന്നു. അത് കേട്ടപ്പോൾ ഫോണ് കട്ടാക്കി. പെട്ടെന്ന് ഇത് പറഞ്ഞപ്പോഴത്തേന് എന്റെ മനസ്സിൽ ആ രൂപം അങ്ങോട്ട് പറയുമ്പോഴത്തേന് എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല. ഇവൾക്ക് മനസ്സിലാവുന്നില്ല. അവള് പറയുന്നത് എനിക്ക് നിങ്ങളെ തന്നെ മതി. അവൾക്ക് സ്നേഹം കൂടിയതേ ഉള്ളൂ. ഞാൻ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതിന് ശേഷം ഏട്ടന് ഇത് പറ്റുന്നെങ്കിൽ എനിക്ക് ഒഴിവാക്കാൻ കഴിയില്ലല്ലോ, അത്ര ഞാൻ കണ്ടോളാം. അച്ഛനോടും അമ്മേനോട് പറഞ്ഞു കൊടുത്താൽ പോലും മനസ്സിലാവില്ല എങ്ങനെ എക്സ്പ്രസ് ചെയ്താലും ഞങ്ങളെ സ്നേഹം. അപ്പൊ ആ കാരണത്താൽ ഞങ്ങൾ തീരുമാനിച്ച് രജിസ്റ്റർ മാരേജ് ചെയ്യാം. നഷ്ടമായി പോകരുതല്ലോ, എനിക്ക് നഷ്ടപ്പെട്ട എനിക്ക് സഹിക്കാൻ കഴിയില്ല. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എന്റെ മോളെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് കംപ്ലൈന്റ് കൊടുത്തു. അവരുടെ വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അവിടെ ചെന്നപ്പോ ഇവളുടെ കൊച്ചച്ഛനൊക്കെ ഉണ്ട്, എന്നോട് വന്ന് സംസാരിച്ച് മോൻ എന്ത് പറ്റിയതാ കാര്യങ്ങളൊക്കെ മര്യാദക്ക് തന്നെ ചോദിച്ചു. ഞാൻ എന്റെ കാര്യങ്ങൾ പറഞ്ഞു. നമ്മുടെ കയ്യിലല്ല ഒന്നും, എപ്പോഴാ എന്താ പറ്റുകയെന്ന് പറയാൻ പറ്റില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നല്ലത്. എനിക്ക് ആർമിയിൽ പോകാനായിട്ട് ഭയങ്കര താല്പര്യം. ഞാൻ വെളുപ്പിൽ 5 മണിക്കൊക്കെ ആണെങ്കിൽ ചോടാൻ പോവായിരുന്നു ആർമിയിൽ കയറാൻ. ട്രൈ ചെയ്തിട്ടുണ്ടോ? ഞാൻ ഒരെണ്ണത്തിന് റിക്രൂട്ട്മെന്റിന്റെ ഇതിന് പോയിട്ട്. ആർമി ഗേൾ എന്നാണ് ഫേസ്ബുക്കിലുള്ളത്. ഞാൻ അഖില എന്ന പേരോ ഒന്നും കണ്ടിട്ടല്ല, ആർമി ഗേൾ. ഞാൻ റിക്വസ്റ്റ് അയച്ചു, ഞാൻ തന്നെ മെസ്സേജ് അയച്ചു, ഹായിന്ന് ഞാനാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ പ്രപ്പോസ് ചെയ്ത് ഞാനായിട്ട്. പ്രപ്പോസ് വന്നത് ഇവിടെ നിന്നാണ്. നിങ്ങൾ ശരിക്കും ഇവരെ കാണുന്നു നേരിട്ട്. തമ്മി ഭയങ്കര അങ്ങനത്തെ ഒരു ടൈപ്പാ. കുറച്ചു മുമ്പ് അവിടെ ഇവിടെ കടിയായിരുന്നു. ഞങ്ങളെ നാറ്റിക്കാനാണോ വിളിച്ചു വരുത്തിയത്, അതോ ഞങ്ങളെ പ്രണയകഥ കേൾക്കാനോ? സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി. ഹലോ ഗൈസ്, ചെറുപ്പം മുതൽ നമുക്ക് ചില ക്യാരക്ടേഴ്സൊക്കെ ഇഷ്ടമായിരിക്കും, ചില സൂപ്പർ ഹീറോസ്. അങ്ങനെ ചില സൂപ്പർ ഹീറോസിനെ നമ്മൾ ലൈഫിലും കണ്ടിട്ടുണ്ട്. ഇന്ന് നമ്മളോടുള്ളത് അങ്ങനെ ഒരു ഹീറോയാണ്. അതെ, ഇതൊരു പട്ടാളക്കാരനാണ്. ഇതൊരു പട്ടാളക്കാരൻ്റെ ജീവിതവും ആ പട്ടാളക്കാരൻ്റെ പ്രണയകഥയുമാണ്. ലെറ്റ്സ് വെൽക്കം അഖിൽ ആൻഡ് അഖില. നമ്മളൊക്കെ ശരിക്കും പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞ ഒരു ഫോട്ടോയിൽ നിന്നാണ്. കല്യാണ ഫോട്ടോ, ഒരു വീൽ ചെയറിൽ ഇരുന്നിട്ടുള്ള. ശരിക്കും അത് കാണുമ്പോൾ ഞാൻ ചിന്തിച്ചൊരു കാര്യം, എനിക്ക് ഇവരുടെ പ്രണയകഥ അറിയണമെന്നായിരുന്നു. എങ്ങനെയാണ് കണ്ടുകൂട്ടിയത് നിങ്ങള്? ഞങ്ങള് ഫേസ്ബുക്ക് വഴി തുടങ്ങിയ പ്രണയമായിരുന്നു. ഫേസ്ബുക്ക് ഏത് വർഷം? ഞങ്ങള് 2021. സാധാരണ അതൊക്കെ ഒരു ഇൻസ്റ്റാഗ്രാമിന്റെ സമയമില്ലേ? നമ്മളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ കയറി പൊളിക്കുന്ന ടൈം അതൊക്കെ. ഇല്ല, അപ്പൊ എനിക്ക് ഇൻസ്റ്റാഗ്രാമിനെ പറ്റിട്ട് വലുതായിട്ടൊന്നും അറിയില്ല. എനിക്ക് ഫേസ്ബുക്കിനെ പറ്റിട്ട്. ഞങ്ങള് ഫേസ്ബുക്ക് വഴിയായിരുന്നു. 2021 ഞാൻ ഇങ്ങനെ പറ്റിയിട്ട് ഒരു 6 മാസം 7 മാസം ഒക്കെ കഴിഞ്ഞ് ലീവിന് വന്നപ്പോഴായിരുന്നു ഞങ്ങൾ പരിചയപ്പെട്ടത്, ഞാൻ വീട്ടിലുള്ളപ്പോൾ. അപ്പോൾ ആദ്യം ആർമി ഗേൾ എന്നാണ് ഫേസ്ബുക്കിലുള്ളത്. അഖില അങ്ങനെ ആ പേരൊന്നും അല്ലായിരുന്നു. ഞാൻ അഖില എന്ന പേരോ ഒന്നും കണ്ടിട്ടല്ല, ആർമി ഗേൾ. അതാണ് എന്നെ അട്രാക്ട് ചെയ്തത്. ആർമി ഗേൾ എന്നായിരുന്നു. എനിക്ക് ആർമിയിൽ പോകാനായിട്ട് ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പൊ അങ്ങനെ കണ്ടിട്ട് ഞാനാണ് റിക്വസ്റ്റ് അയച്ചത്. ഞാൻ റിക്വസ്റ്റ് അയച്ചു, ഞാൻ തന്നെ മെസ്സേജ് അയച്ചു, ഹായിന്ന് ഞാനാണ് സ്റ്റാർട്ട് ചെയ്തത്. കേരളത്തിൽ ഇന്ന് വരെ എല്ലാ ആമ്പിള്ളേർ അങ്ങനെ തന്നെ. പ്രപ്പോസ് വന്നത് ഇവിടെ നിന്നാണ്. സാധാരണ അപ്പോഴും നമുക്കൊരു വ്യത്യാസമുണ്ട്. നമ്മൾ ഹായ് അയച്ചെങ്കിലും നമ്മൾ വളച്ചു അവര് വഴി. അത് ന്യായം, ഇന്നെ വളച്ചതാണ്. എന്നിട്ട് ഇപ്പൊ എല്ലാടും പറയുന്നത് ഞാൻ പ്രപ്പോസ് ചെയ്തു. അത് നമ്മുടെ കഴിവുകൊണ്ട് വളയ്ക്കാനൊരു കഴിവ് വേണ്ടേ? മറ്റൊരാളെയും കൊണ്ട് നമ്മൾ ഇങ്ങോട്ട് പ്രപ്പോസ് ചെയ്യിപ്പിക്കുന്ന ഒരു കഴിവാണല്ലോ. വളയ്ക്കാൻ വേണ്ടി പോയതോ ഒന്നുമല്ല, നല്ലൊരു കമ്പനി സൗഹൃദത്തില് തുടങ്ങിയതാണ്. പക്ഷെ ചെന്നെത്തിയത് ഇതാ ഇപ്പൊ ഞങ്ങൾ മാരേജും കഴിഞ്ഞ് ഒന്നിച്ച് അടിപൊളിയായിട്ട് ജീവിക്കാണ്. നിങ്ങള് എത്ര നാളത്തോടെ ഇങ്ങനെ ഈ ഫേസ്ബുക്കിലൊക്കെ ചാറ്റ്? 3 വർഷം പ്രണയിച്ചിട്ടാണ് മാരേജ്. 3 വർഷം പ്രണയിക്കുവായിരുന്നോ? ഫ്രണ്ട്സ് ആയിരുന്നോ? ഇങ്ങനെ 3 വർഷം പ്രണയിച്ചു. ഫ്രണ്ട്സ് ആയിട്ട് 2 മാസം ഒറ്റ നിന്ന്. അവൾ എന്നെ കേറിയിട്ട് പ്രപ്പോസ് ചെയ്യുന്ന രീതിയും അങ്ങനെയായിരുന്നു. ചാറ്റിൽ കൂടെ തന്നെ. ചാറ്റ് ആപ്പ് നിങ്ങള് കോൾ അങ്ങനത്തെ ഒന്നുമില്ല, ഫുള്ള് ചാറ്റിങ്. അതും വാട്സപ്പിലൊന്നും അല്ല, മെസ്സഞ്ചറിൽ തന്നെ ചാറ്റിലായിരുന്നു. ഞാൻ പ്രപ്പോസ് ചെയ്തതാ, നിങ്ങൾക്ക് എന്നെ കെട്ടിക്കൂടെയും ചോദിച്ചു. എന്തോന്ന് പറഞ്ഞു, ഞാൻ തമാശ പോലെ പറഞ്ഞു, ഞാൻ അറിഞ്ഞില്ല എത്ര സീരിയസ് ആ. അങ്ങനെ അവൾ എന്നെ കേറിയിട്ട് കെട്ടിക്കൂടെ എന്ന് ചോദിച്ചതിലാണ് ഞങ്ങളത് സ്റ്റാർട്ട് ആയത്. അപ്പോഴും ഞാൻ തമാശയായിട്ടാണ് എടുത്തത്, കാരണം ഞാൻ അന്നും വീൽ ചെയറിലായിരുന്നു, അങ്ങനത്തെ ഒരു സ്ഥിതിയില്ല. അപ്പൊ പ്രണയിക്കണം, അതായത് അങ്ങനത്തെ ഒന്നും ചിന്താഗതി ഇല്ലായിരുന്നു. അപ്പൊ ഞങ്ങൾ നല്ല കമ്പനി ആയിട്ടാണ് പോകുന്നത്. അപ്പൊ എന്റെ മനസ്സിൽ അങ്ങനെ പ്രണയിക്കണം, അതുകൊണ്ട് തന്നെ ഞാൻ ഇത് പറയാഞ്ഞത്. ആദ്യം ഞാൻ ചിന്തിച്ചതെന്ന് പറഞ്ഞാൽ, ഇത് പറഞ്ഞാല് ഒരു ഗേളും അങ്ങനെ നമ്മളെ ആക്സെപ്റ്റ് ചെയ്തിട്ട് സംസാരിക്കുകയോ ഒരു ഫ്രണ്ട്ഷിപ്പ് തന്നെ ഉണ്ടാവുമെന്ന് കരുതിയില്ല. ഞാൻ വീട്ടിൽ വന്ന ടൈമാണ്. അപ്പൊ അടഞ്ഞിരിക്കുന്ന, അതായത് വീട്ടിൽ പറഞ്ഞ പണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ പുറത്തേക്ക് പോകുമല്ലോ, ബൈക്കിലോ എങ്ങനെയാണ്. ഇപ്പൊ ഒരാള് വേണം, ഇന്ന അളിയന്മാരെ കൊണ്ടുപോകാൻ. അപ്പൊ ആരെങ്കിലും വേണം കൊണ്ടുപോകാൻ. അപ്പൊ വീട്ടിൽ തന്നെയാണ് ഫുൾ ടൈമും ചെലവഴിക്കുക. പണ്ട് അമ്മേന്റെ പരാതിയായിരുന്നു, ഞാൻ വീട്ടിലേ നിൽക്കാറില്ല, ലീവിന് വന്നാൽ എന്നെ വീട്ടിൽ കിട്ടൂല,
ഫുഡ് കഴിക്കാനോ ഞാൻ പുറത്തുനിന്നാ കഴിക്കലും കറങ്ങി നടന്ന ഒരാളാണ്. അപ്പൊ ഈ ലീവിന് വന്നപ്പോഴാണ് ഇപ്പൊ ഉള്ളിൽ തന്നെ അപ്പൊ ഇങ്ങനെ സംസാരിക്കാൻ എനിക്ക് ഒരാളെ കിട്ടി. നല്ല കമ്പനിയായിരുന്നു. ഞങ്ങളിപ്പം തന്നെ സംസാരം കേട്ടാലും അറിയാം ഞങ്ങള് ശരിക്കും ഇവരെ കാണുന്നു നേരിട്ട്. ഭയങ്കര അങ്ങനത്തെ ഒരു ടൈപ്പാ. അപ്പൊ ഇവരിപ്പൊ ഇരിക്കുന്ന ഡീസൻസ് ഒന്നും ഇല്ലേ, കുറച്ചുമ്പോ അവിടെ കടിയായിരുന്നു. ഞങ്ങളെ നാറ്റിക്കാനാണോ വിളിച്ചു വരുന്നത്, അതോ ഞങ്ങളെ പ്രണയകഥ കേൾക്കാനോ? ഈ കാണുന്ന ഫണ്ട് തന്നെയാണ് ഇവര്. മൊത്തത്തിൽ ഇവര് ഭയങ്കര ഫണ്ടാണ്. എന്ന് വെച്ചാൽ ഇവര് എനിക്കൊന്ന് ആക്ഷൻ പറഞ്ഞതിന് ശേഷമാണ് ഇവർ ഇത്രയുടെ പെട്ടെന്ന് പ്ലാൻ ചെയ്തോലെ. ഞങ്ങൾ ഈ ഇന്റർവ്യൂലൊക്കെ കുറച്ച് സ്റ്റാൻഡേർഡ് ആവണമെന്ന് വിചാരിച്ചത് ഏട്ടനായിട്ട് അത് കളയത് ഞങ്ങളൊന്ന് കീപ്പ് ചെയ്യട്ടെ. പൊട്ടിക്കും. ഫസ്റ്റ് ഇന്റർവ്യൂ ഞങ്ങൾ ഫുള്ള് ചറയായിരുന്നു, ചന്ത പിള്ളേരെ പോലെ ആയിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും സത്യമായിട്ടും. പക്ഷെ ഇതില് കുറച്ച് സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ കൂടെ കൂടിയിട്ട് അതേ രീതിയിൽ വരുന്നുണ്ട്. ഏട്ടനൊന്ന് കീപ്പ് ചെയ്യണം. അപ്പൊ ഞങ്ങൾ പറഞ്ഞത് അങ്ങനെ പരിചയപ്പെട്ടതാണ്. അപ്പൊ ഞങ്ങളെ ഈ സംസാരം തന്നെയാണ് ഞങ്ങളെ അടുപ്പിച്ചത്. ഇങ്ങനത്തെ ഓപ്പൺ ആയിട്ട് ഞങ്ങളൊന്നും മനസ്സിൽ വെക്കില്ല, ഓപ്പൺ ആയിട്ട് സംസാരിക്കും. എന്ത് പറയാനുണ്ടെങ്കിലും അങ്ങോട്ട് പറയും കൂളായിട്ട്. ഇവള് സീരിയസ് ആയിട്ടാ പറഞ്ഞതെന്ന് മനസ്സിലായപ്പോൾ ഞാൻ ഇവളോട് പറഞ്ഞു എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇങ്ങനെയാണല്ലോ, അതുവരെ അവൾക്ക് അറിയില്ലായിരുന്നു. അവൾ ഒരു ആർമിക്കാരൻ അങ്ങനെയൊക്കെയുള്ള എന്നെ കരുതിയത്. എന്റെ ഫോട്ടോയും വീൽ ചെയറിലുള്ള ഫോട്ടോയല്ല. ഇപ്പോഴാണ് ഞാൻ വീഡിയോയും ഒക്കെ കൂടുതൽ മോട്ടിവേഷൻ ആയപ്പോഴാണ് ഞാൻ സമൂഹത്തിലേക്ക് വന്നു തുടങ്ങിയത്. അതിന് മുന്നേ എനിക്കും ഒരു ഇതായിരുന്നു, കുറച്ചിലായിരുന്നു വീൽ ചെയറിൽ ഇരിക്കുന്ന ആളുകൾ കാണൂലേ അങ്ങനെയുള്ള 2 മാസത്തില് അറിയില്ല. ഞാൻ നോർമൽ ഒരു ലീവിന് വന്ന പട്ടാളക്കാരൻ അങ്ങനെ എനിക്കും പറയേണ്ട ആവശ്യം വന്നില്ല. സൗഹൃദത്തിന് ഇപ്പൊ ഇത് മൊത്തം പറയണമെന്ന് എനിക്ക് തോന്നിയില്ല. അപ്പൊ എന്റെ മനസ്സിലുള്ള ഒരു പേടി എന്ന് പറഞ്ഞാൽ വീൽ ചെയറിലാന്ന് പറഞ്ഞാൽ പോവോന്നുള്ള ഒരു ഇതായിരുന്നു. ഇപ്പത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. അപ്പൊ അതുകൊണ്ട് പറയാൻ ഞാൻ പഠിച്ചു. പക്ഷെ ഇവളെ ഞാൻ അപ്പോഴൊന്നും മനസ്സിലാക്കിയില്ല. ഇവളെ മനസ്സ് ഞാൻ മനസ്സിലാക്കിയില്ല. ആളെ ആ കമ്പനിയല്ല. ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ അവളോട് പറഞ്ഞത് എനിക്കൊരു കാര്യം പറയാനുണ്ട്, നീ വിചാരിക്കുന്നതിലും അപ്പുറമായിരിക്കും, നീ ചിന്തിച്ചിട്ടേ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ്. അപ്പൊ ഇവൾക്ക് ആകാംക്ഷ എന്താ ഒരു ഇത് ഉള്ളില് പേടിയൊക്കെ ഉണ്ട് എന്താവുന്ന്. അതായത് ഞാൻ ഒരു ക്രിമിനൽ ആണോ അല്ലെങ്കിൽ വേറെ എന്തൊക്കെയോ ഇവള് വിചാരിച്ചു. ഒരു ആർമിക്കാരൻ എന്ന് പറഞ്ഞാല് വീൽ ചെയറിൽ ഒരിക്കലും ആരും ചിന്തിക്കില്ലല്ലോ. അപ്പൊ അതും ഇവള് കരുതിയില്ല. അങ്ങനെയാണ് ഇവളോട് ഞാൻ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇവളെ നമ്പർ മേടിക്കുന്നത്. ഈ 2 മാസത്തിനിടയ്ക്ക് നിങ്ങള് ഇല്ല നമ്പർ മേടിച്ചില്ല. ആവശ്യമൊന്നുമില്ല. അതുകൊണ്ടിട്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. കാരണം ഈ 2 മാസത്തിനിടയിൽ സാധാരണ ബോയ്സ് ആണെങ്കിൽ മെസ്സേജ് നമ്മളെ റിപ്ലൈ കൊടുത്തില്ലെങ്കിൽ ഇങ്ങോട്ട് നമ്പർ തരുമോ സുഖാണോ എന്നൊക്കെ ചോദിക്കണേ. ഇത് ഇത്ര 2 മാസം മെസ്സേജ് അയച്ചതിനിടയിൽ ഇതുവരെ നിന്റെ നമ്പർ തരുമോ എന്ന് ചോദിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ ഞാൻ നമ്പർ ചോദിച്ചു. അപ്പൊ അവള് എന്നോട് നമ്പർ തന്ന്, ഞാൻ പറയാം ഇന്ന് പറയാൻ പറ്റില്ല, നാളെ ഞാൻ വിളിച്ചിട്ട് തന്നെ പറയാന്ന് പറഞ്ഞു. അന്ന് രാത്രിയായിരുന്നു, അന്ന് വിളിക്കാൻ കഴിയില്ലായിരുന്നു. അവള് വീട്ടിലും ഒക്കെ ആണല്ലോ. അപ്പൊ രാത്രി പിന്നെ വിളിക്കുന്നത് മോശമല്ലേ. ഞാൻ പിറ്റേന്ന് വിളിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഇവൾക്ക് പേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പറിന് വേണ്ടിയിട്ടുള്ള അഭിനയായിരിക്കും എന്നുള്ളൊരു ഇതായിരുന്നു. അങ്ങനെയും വിചാരിച്ചു. അവള് പലതും എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടുണ്ട്. ഒരിക്കലും ഇത് കരുതിയില്ല. പിറ്റേന്നാണ് ഞാൻ വിളിക്കുമ്പോൾ ഇവള് സ്കൂളിൽ പോകുന്ന ടൈമായിട്ടായിരുന്നു. അപ്പം വിളിച്ചപ്പോഴാണ് ഇങ്ങനെ കാര്യം പറയുന്നത്. ഞാൻ അവളോട് പറഞ്ഞു, ഞാൻ നീ വിചാരിക്കുന്ന പോലെ ആർമിക്കാരനാണ്, പക്ഷേ വീൽ ചെയറിലുള്ള ഒരാളാണ്. എനിക്ക് 6-7 മാസം മുന്നേ ഇങ്ങനെ ഒരു ഇഞ്ചുറി പറ്റിയിരുന്നു. ഞാൻ ഇങ്ങനെ ഇപ്പൊ വീൽ ചെയറിലാണ്, എനിക്ക് നടക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്, നടക്കാൻ പറ്റൂല എന്ന് തന്നെ പറഞ്ഞു. അത് കേട്ടപ്പോൾ ഫോണ് കട്ടാക്കി പോയത്. അപ്പൊ ഞാൻ വിചാരിച്ച അത് കട്ടാക്കി ആ കേട്ടപ്പം തന്നെ പോയോന്നുള്ള ഒരു ഇതില് ഇങ്ങനത്തെ ഒരാളെയാണോ അങ്ങനത്തെ ഒരു രീതിയിൽ പോയിന്നാ കരുതി. പക്ഷെ പിന്നെ എനിക്ക് കോൾ ഇങ്ങോട്ട് വന്നു. എന്നെ വിളിച്ചിട്ട് അവള് പറഞ്ഞു, ഞാൻ ഇത് കേട്ടപ്പം തന്നെ ഷോക്കായി പോയി, എനിക്ക് കരച്ചിലാ വന്നത്, സങ്കടം വന്നിട്ട് അതുകൊണ്ടാണ് ഞാൻ ഒന്നും പറയാണ്ട കട്ടാക്കിയെന്ന് പറഞ്ഞു. അപ്പൊ അത് കേട്ടപ്പം തന്നെ എനിക്ക് ഒരു ഇതായി, ആത്മാർത്ഥമുള്ള ആളാ. എന്റെ കാര്യം കേട്ടപ്പോഴേ കരച്ചിൽ വരണമെങ്കിൽ എന്റെ മനസ്സിലുള്ള ഒരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആർമിക്കാരൻ, ആർമി യൂണിഫോം, ഇതേപോലെ ഒരു സങ്കല്പം എങ്ങനെയാ മര്യാദക്കുള്ള ഒരാള്. പെട്ടെന്ന് ഇത് പറഞ്ഞപ്പോഴത്തേന് എന്റെ മനസ്സിൽ ആ രൂപം അങ്ങോട്ട് പറയുമ്പോഴത്തേന് എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല. അത്ര എന്റെ ഇഷ്ടത്തിൽ ഞാൻ കണ്ടുവച്ചിരുന്ന ഒരാളുടെ രൂപം അതല്ലല്ലോ. അയ്യോ, എനിക്ക് എന്തൊക്കെ ഒരു സങ്കടം, ഇങ്ങനെ നല്ലൊരാൾക്ക് ഇതായല്ലോ എന്നൊക്കെ വെച്ചിട്ട്. അപ്പൊ അവള് കരഞ്ഞെന്ന് പറഞ്ഞപ്പോ എനിക്ക് അവളെ ഉള്ളിന്ന് വന്നതാണല്ലോ. അപ്പൊ ആ സങ്കടം വന്നത് ആ കരഞ്ഞെന്ന് പറഞ്ഞപ്പോ എനിക്ക് ഇതായി ഫീൽ ആയി. അപ്പൊ ഞാൻ അവൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു, എന്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, എനിക്ക് നടക്കാൻ പറ്റൂല. അപ്പൊ നീ ചിന്തിച്ചിട്ട് നിനക്ക് ഇതൊന്നും അറിയില്ല, അതുകൊണ്ടാണ് നീ എന്നെ പ്രപ്പോസ് ചെയ്തത്, അല്ലെ കെട്ടിക്കൂടെ എന്ന് ചോദിച്ചത്. ഞാൻ തമാശക്കാന്ന് കരുതിയത്, നീ സീരിയസ് ആയോണ്ടാ പറഞ്ഞത്. നമ്മുടെ ഇടയിൽ ആ ഒരു ഇത് വരാതെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, വരുമെന്ന് എനിക്ക് ടെൻഷനും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ വന്നോണ്ടാണ് ഞാൻ ഇത് പറയാൻ കാരണം, നീ എല്ലാം അറിയണം എന്ന് എനിക്ക് തോന്നി.
നിന്റെ ഉള്ളിൽ ഇങ്ങനെ വന്നോണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പൊ മനസ്സിലാക്കിയപ്പോഴും ഇവൾക്ക് മനസ്സിലാവുന്നില്ല. അവള് പറയുന്നത് എനിക്ക് നിങ്ങളെ തന്നെ മതി. അവൾക്ക് സ്നേഹം കൂടിയതേ ഉള്ളൂ. എന്നോട് പറഞ്ഞു ഇനി ഞാൻ നിങ്ങളെ വിട്ടുപോകില്ല, നിങ്ങളെ തന്നെ മതി. അപ്പോഴും ഞാൻ മനസ്സിലാക്കിയത് സഹതാപം. എന്റെ കഥ ഇപ്പോൾ ആരെങ്കിലും കേൾക്കുകയാണ്, ഇപ്പൊ കേൾക്കുന്നവരാണ്, എന്നോട് ഒരു സഹതാപം തോന്നും. അപ്പൊ അങ്ങനെ ഞാൻ കരുതുള്ളൂ. ഞാൻ അവളോട് പറഞ്ഞു എനിക്ക് സഹതാപം ഒന്നും വേണ്ട. ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ ആരോടും എന്റെ കഥ പറയാത്തത്. എനിക്ക് എന്നെ നോക്കി സഹതപിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. എന്നോട് നല്ല പോസിറ്റീവായിട്ട് നിൽക്കണം. അപ്പൊ ഇവളെ കമ്പനി അത്ര കാലം എന്നോട് സഹതാപമല്ല ഉള്ളത്. ഇത് പറഞ്ഞപ്പോൾ സഹതാപാന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അവൾ തന്നെ പറഞ്ഞു സഹതാപല്ല, എനിക്ക് നിങ്ങളോട് ഒരു ആത്മാർത്ഥ സ്നേഹം. എന്നോട് പറഞ്ഞു നാടിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇത് പറ്റിയത്, ആർമിന്ന് പറ്റിയത്. അതിനുള്ള ഒരു നിങ്ങൾക്ക് റെസ്പെക്ട് കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഒരിക്കലും ഞാൻ സഹതാപമായിട്ട് പറയുന്നത് ആർമി ഗേൾ അല്ലേ? ഞാൻ വെളുപ്പിൽ 5 മണിക്കൊക്കെയാണ് ചോടാൻ പോവായിരുന്നു ആർമിയിൽ കയറാൻ വേണ്ടി. ഇവളെ ആർമിയിൽ കയറാൻ ട്രൈ ചെയ്തിട്ടുണ്ടോ? ഞാൻ കുറെ ഇങ്ങനെ ഓടാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പണ്ട് പണ്ട് ഇങ്ങനെ നല്ലായിരുന്നു. മെലിഞ്ഞ് ഓടിയിട്ട് ആള് ഞാൻ ഒരെണ്ണത്തിന് റിക്രൂട്ട്മെന്റിന്റെ ഇതിന് പോയിട്ടുണ്ട്. പിന്നെ ഞാൻ അപ്പൊ അതും കൂടെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അവൾക്ക്. ആർമീന്റെ സത്യാവസ്ഥ ആർമിയിലുള്ളവർക്കല്ലേ അറിയുള്ളൂ, എത്രത്തോളം കഷ്ടപ്പാടുണ്ട്, ത്യാഗങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത് പറഞ്ഞു കേട്ടതിന് ശേഷം പിന്നെ അറ്റംപ്റ്റ് ചെയ്യാൻ പോയായിരുന്നു ആർമിയിലേക്ക് പോകണം എന്നുള്ള ഒരു ആഗ്രഹം? ഇല്ല, പിന്നെ എനിക്ക് ഏട്ടന്റെ ഇത് കേട്ടപ്പോഴത്തേനും അവൾക്ക് പേടില്ല. അവളോട് ഞാൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത് എന്തിനാ ഞാൻ ഇത് പറ്റിയപ്പോഴും എന്റെ മനസ്സിലായി വെച്ചിട്ടാ ഞാൻ പറയുന്നത്, എന്റെ അനുഭവിച്ചു. അപ്പൊ അനുഭവ കഥകളും അത് പറഞ്ഞില്ലെങ്കിലും ഞാൻ പറഞ്ഞു ഒരുപാട് കഷ്ടപ്പാടുണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും, അങ്ങനെയൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. ഒരിക്കലും പോയത് നമ്മളെ ഡിമോട്ടിവേറ്റ് ചെയ്തതല്ല, ഞാൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. ഇങ്ങനെ സത്യാവസ്ഥ അറിഞ്ഞിട്ടും പോവുകയാണെങ്കിൽ, ഇപ്പൊ എന്റെ കാര്യം അറിഞ്ഞിട്ടും ആണല്ലോ കെട്ടിയത്, അപ്പൊ അതേപോലെ തന്നെ സത്യാവസ്ഥ അറിഞ്ഞിട്ടും പോവുകയാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. നമ്മള് മനസ്സിലാക്കിയിട്ടാണ്, അറിയാതെ ഒരിക്കലും പോയിട്ട് പിന്നെ അവിടുന്ന് ഒത്തിരി പേരുണ്ട് ആർമിയിൽ ഓടിപ്പോയവർ ഉണ്ട്, ഒത്തിരി പേരുണ്ട്. ട്രെയിനിങ് സഹിക്കാൻ പറ്റാതെ ഓടിപ്പോയവരും ഉണ്ട്. അപ്പൊ അതൊക്കെ തരണം ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം ആർമി പോകും. നമ്മൾ ഒരുപാട് മുമ്പോട്ട് പോയി. നമുക്ക് ശരിക്കും പറയാൻ തിരിച്ചറിയാം, നമ്മളിപ്പോഴും പ്രണയത്തിൽ നിൽക്കുവാണ്. അത് പറഞ്ഞ് അവസാനം മറ്റേ അതെ തിരിച്ചു പറഞ്ഞു ഷോർട്സ് അടിക്കാൻ വേണ്ടി ரொம்ப മുമ്പോട്ട് നമ്മൾ സഞ്ചരിച്ച്. എൻ്റെ ആദ്യത്തെ ചോദ്യം അഖിലോട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു, ഇപ്പം ആരാണെങ്കിലും ഇപ്പം നമുക്ക് പരിചയമുള്ളതാണെങ്കിൽ ഇപ്പം നമുക്ക് ആരും അങ്ങനെ പെട്ടെന്ന് കയറി ഇതൊരു വിഷമം വന്നാലും പെട്ടെന്ന് ഒരു എസ് പറയത്തില്ല, അല്ലെങ്കിൽ എപ്പോഴും ഇത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ചെറിയ പാടുണ്ടാവും. അപ്പം അന്ന് അതൊരു അക്സെപ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അത് ഇതാണ് എനിക്ക് വേണ്ടത് എന്ന് തോന്നാനുള്ള ഒരു റീസൺ എന്താ വെച്ചാൽ ഞാൻ ഇത് അറിയുന്നതിന് മുന്നേ പുള്ളിക്കാരനെ എനിക്ക് ഇഷ്ടപ്പെട്ടതാ. അറിഞ്ഞതിന് ശേഷം കഥ കേട്ടിട്ട് എനിക്ക് കുഴപ്പമില്ല, ഇതൊന്നും പ്രശ്നമല്ല അത് പറഞ്ഞിട്ട് ഇഷ്ടപ്പെട്ട ഒരാളല്ല. ഇയാള് മര്യാദക്കുള്ള ഒരാളാണെന്ന് എൻ്റെ മനസ്സിലൊരു സങ്കല്പമുണ്ട്. ഞങ്ങൾ അതുവരെയും ഈ 2 മാസത്തിനിടെ വീഡിയോ കോൾ ചെയ്യുകയൊന്നും ചെയ്തില്ല. ഉള്ളി ആ മെസ്സഞ്ചറിലുള്ള ചാറ്റ് അത് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ആ മെസ്സഞ്ചറിൽ ചാറ്റ് ചെയ്ത് എനിക്കൊരു ക്രഷ് തോന്നിയപ്പോഴേ ഞാൻ ഇഷ്ടമാണെന്ന് പുള്ളിക്കാരനോട് പറഞ്ഞത്. അപ്പോൾ ഒരു ക്രഷ് തോന്നിയിട്ട് പറഞ്ഞതല്ല, എനിക്ക് കുറച്ച് നാളായിട്ട് ക്രഷ് തോന്നുന്നുണ്ട് സംസാരം എല്ലാം വെച്ചിട്ട്. അപ്പം എൻ്റെ മനസ്സിൽ ഞാൻ അങ്ങോട്ട് ഉറപ്പിച്ച് എനിക്കൊരു ഇഷ്ടം അത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് എനിക്കിഷ്ടമാണെന്നുള്ള രീതിയിൽ. പിന്നെ എനിക്ക് പറയാനൊരു പേടി പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ കെട്ടിക്കൂടുന്നൊരു തമാശ രീതിയിൽ ഞാൻ പറഞ്ഞത് ഉറപ്പിച്ചിട്ട് തന്നെ ഞാൻ പറഞ്ഞു. അപ്പം ഇതെനിക്ക് ഇപ്പോൾ ഇല്ലടി ഞാൻ വീൽ ചെയറിലാന്ന് പറഞ്ഞാൽ എനിക്കതൊരു തടസ്സമായിട്ട് തോന്നുന്നില്ല, അല്ല അതൊരു കുറവായിട്ടോ അല്ലെങ്കിൽ അത് മോശമായിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നുന്നില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ ഇപ്പം ഞാൻ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതിന് ശേഷം ഏട്ടന് ഇത് പറ്റുന്നെങ്കിൽ എനിക്ക് ഒഴിവാക്കാൻ കഴിയില്ലല്ലോ. അത്ര ഞാൻ കണ്ടോളാം. അല്ലെ ഇതിനൊരു കുറവായിട്ട് കണ്ടില്ല, മാറി. പക്ഷെ എന്റെ മനസ്സിലുള്ള സ്നേഹം ഒന്നും കുറഞ്ഞിട്ടില്ല. എനിക്ക് ആ ഒരു സ്നേഹം ആ ആള് അത് തന്നെ. പിന്നെ അങ്ങോട്ട് ഒരു നീണ്ട 2 വർഷം 3 വർഷം പ്രണയമായിരുന്നു. അടിയും സന്തോഷവും പക്ഷെ അന്നേരം 2 സ്ഥലങ്ങളിലായിരുന്നില്ലേ? ഒരാള് കൊല്ലം, ഞാൻ അവിടെ പൂനെയില് വരുന്നില്ലേ? ഏട്ടൻ പൂനെയില് പോയതിനു ശേഷമാണ് ഞാൻ പ്രപ്പോസ് ചെയ്തത്. ഓ ഇവിടുന്ന് ഇവിടുന്ന് ലീവ് കഴിഞ്ഞ് അവിടെ ചെന്നതിന് ശേഷമാണ് പ്രപ്പോസ് ചെയ്യണത്. ഞാന് പൂനെയില് ഇവള് കൊല്ലം. ആ ലോങ് ഡിസ്റ്റൻസിന്റെ ഒരു ഇതുണ്ടായിരുന്നു ഞങ്ങളെ ഇടയിൽ. അതാണ് മെയിൻ ആയിട്ട് അടി ഉണ്ടാവുന്നത്. കാരണം വിളിക്കുമ്പോ ഒക്കെ എടുക്കണം. ഞങ്ങള് കൂടുതലും ഞങ്ങളെ റിലേഷൻ നിന്ന് തന്നെ സംസാരത്തിലൂടെ, ഒരു ലോങ് സംസാരം ഇല്ലാണ്ടായാൽ തന്നെ ഞങ്ങളെ ഉള്ളിലൂടെ അല്ലേ, ആകെപ്പാടെ നേരിട്ട് കാണുന്ന ഒന്നുമില്ലല്ലോ, ഫോൺ വഴിയാ സംസാരവും കാര്യങ്ങളൊക്കെ. അത് ഞങ്ങളെ നല്ല അറ്റാച്ച്ഡ് ആക്കി. 2 പേര് ഞങ്ങളെ ഉള്ളിലുള്ള കാര്യങ്ങളും ഒക്കെ ഡെയിലി എത്രയാ എനിക്ക് ഒഴിവ് കിട്ടുമ്പോഴൊക്കെ വിളിക്കും. ഞാനല്ല അധികം വിളിക്കില്ല, അവള് അഥവാ എടുത്തില്ലെങ്കിലോ അല്ലെ അപ്പൊ ഒരു അടി ഉണ്ടാവും. ചോദിക്കല്ലോ, അപ്പം തന്നെ കച്ചറയും കഴിയും. അപ്പൊ ഞാൻ കാര്യം പറയും, ഇങ്ങനെയായിരുന്നു, ഞാൻ എക്സസൈസിലായിരുന്നു, അല്ലെ വർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അവൾക്ക് മനസ്സിലാവും, അപ്പം കുഴപ്പമില്ല. പക്ഷെ അല്ലാത്തപ്പോ ഫ്രീ ആയിരിക്കുമ്പോഴൊക്കെ ചെലവഴിക്കണം. ഈ ലോങ് റിലേഷൻ എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു ടാസ്ക് പിടിച്ചൊരു കാര്യമാണ്. കാരണം ഇപ്പൊ
ഇപ്പൊ അടുത്തുള്ളവരെ തമ്മിൽ തന്നെ അടിച്ച് പിരിയണ സമയത്ത് നമുക്ക് നേരിട്ട് കാണാൻ പോലും പറ്റുന്നില്ല. പക്ഷെ അതിന് ഏറ്റവും സ്ട്രെങ്ത് ആയിട്ട് നിന്നത് നിങ്ങളുടെ സംസാരം അല്ലാതെ അതിനുപരി എന്തായിരുന്നു നിങ്ങളുടെ ഒരു ബോണ്ട്? ഞങ്ങളെ ബോണ്ട് എന്ന് പറയുന്നത് തന്നെ സ്നേഹം തന്നെയാ. പുള്ളിക്ക് എന്നോട് ആത്മാർത്ഥ സ്നേഹമായിരുന്നു. കാരണം പുള്ളിക്ക് ഒരു ആത്മാർത്ഥത വിശ്വാസമുണ്ട്. എനിക്ക് ഉറപ്പുണ്ട് എന്തായാലും എന്നെ വിട്ടു പോവല്ലാന്ന്. കാരണം അത്രത്തോളം പുള്ളിക്ക് എന്നെ ഇഷ്ടമായിട്ടുണ്ട്. എനിക്ക് ഉറപ്പുണ്ട് എന്നെ വിട്ടു പോവല്ലാന്ന്. പുള്ളിക്ക് ഉറപ്പുണ്ട് എന്നെ വിട്ടു. അപ്പൊ ഞങ്ങളുടെ ഇടയിലുള്ള ഒരു ബോണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ആ സ്നേഹം തന്നെയായിരുന്നു. ഡെയിലി ഞങ്ങൾ സംസാരിക്കും, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യും. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും പറയും. അവിടെയുള്ള എന്റെ വിഷമങ്ങൾ ഒരു ദിവസം എന്തുണ്ടായോ വള്ളി പുള്ളി തെറ്റാതെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. അതേപോലെ തന്നെ തിരിച്ചിങ്ങോട്ടും പറഞ്ഞു തരും. അപ്പൊ നമ്മളിപ്പോഴത്തെ റിലേഷനും മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ സംസാരിക്കാനുള്ള സമയക്കുറവ്. എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുകയാണ്, ജോലി തിരക്ക്. അപ്പൊ സ്പെൻഡ് ചെയ്യാൻ സമയമില്ല. എല്ലാരും പൈസയ്ക്ക് വേണ്ടി ഓടുവാണ്. എല്ലാരും പൈസയ്ക്ക്, സത്യം തന്നെയാണ്. സ്നേഹിക്കാൻ മറന്നു പോവാ, ജീവിക്കാനേ മറന്നു പോകുന്നുണ്ട്. ജീവിക്കാൻ സമയം കണ്ടെത്തണം, അതേ എനിക്ക് പറയാനുള്ളൂ. ഇനിയിപ്പോ ഏട്ടന് ആർമിയിലാണെങ്കിൽ ഏട്ടന് വിളിക്കാനൊന്നും സമയം എനിക്ക് ഞാൻ ഇപ്പൊ ആർമിയിലായിരുന്നെങ്കിൽ അവിടെ ആണെങ്കിലും എന്റെ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുക, ഫിസിയോ കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പൊ എനിക്ക് ഫ്രീ ടൈം കിട്ടാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഫേസ്ബുക്കും യൂസ് ചെയ്യുന്നത്. എനിക്ക് ആർമിയിൽ ഫേസ്ബുക്ക് യൂസ് ചെയ്യാൻ പറ്റൂല. അവിടെ സോഷ്യൽ നെറ്റ്വർക്ക്സ് ഒന്നും നമുക്ക് അറിയത്തില്ല. ഇല്ല, ഞങ്ങൾക്ക് ഓൺലി വാട്സപ്പേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾക്ക് അലൗഡ് അല്ല ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാമും ഒക്കെ. അപ്പൊ അത് അന്ന് ഈ പറ്റിയ ടൈമിലായതുകൊണ്ട് എന്റെ ഒരു മൈൻഡ് റിലീഫിന് ഞാൻ ഫേസ്ബുക്ക് എടുത്തായിരുന്നു, എന്റർടൈൻമെന്റ്. അപ്പൊ അങ്ങനെയാണ് പരിചയപ്പെട്ടത്. ഞാൻ പരിചയപ്പെട്ട് ഇവിടെ തന്നെ പിന്നെ ഫേസ്ബുക്ക് ഒഴിവാക്കി. എനിക്ക് പിന്നെ ഫേസ്ബുക്ക് ഇപ്പോഴും ഇല്ല, ഞാൻ പിന്നെ ഫേസ്ബുക്ക് എടുത്തതേ ഇല്ല. അങ്ങനെ ഞങ്ങളെ റിലേഷൻ മുന്നോട്ട് പോയി, ഡെയിലി വിളിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ കുറെ കഴിഞ്ഞപ്പോഴാണ് വീഡിയോ കോൾ ചെയ്യാൻ. ആദ്യമായിട്ട് വീഡിയോ കോൾ ചെയ്തപ്പോ ഭയങ്കര ചമ്മലും ഇതായിരുന്നു. നമ്മള് ഫേസ്ബുക്ക് മുമ്പ് കണ്ടിട്ടില്ലല്ലോ. പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞു ഞങ്ങള്. ഫോട്ടോ വെറും ഫോട്ടോ കണ്ടില്ല, നേരിട്ട് കണ്ടാണ് കണ്ടേ. ഇല്ല, ഞങ്ങള് ഇഷ്ടാന്ന് പറഞ്ഞ ഒരു ജനുവരിയിലാ, ആ ഒരു ടൈമിലാന്ന് തോന്നുന്നു. 2 മാസം ഡിസംബർ ആ ഒരു ഇതിലാ. കാണാൻ വരുന്നത് സെപ്റ്റംബറിലായിരുന്നു. ഞാൻ അടുത്ത ലീവിനാണ് പിന്നെ കാണാൻ പോകുന്നത്. അത് നേരെ പൂനെന്ന് ഡയറക്റ്റ് പോകും. വീട്ടിൽ നിന്ന് വന്നിട്ട് പോയാലേ വീട്ടുകാർ ചോദിക്കും എങ്ങോട്ടാണ്. വീട്ടിലും ഞാൻ പറഞ്ഞില്ല, ആർക്കും അറിയില്ല. എന്റെ മാരേജ് ടൈമിലാ പറഞ്ഞത്. അപ്പൊ ഇവളവിടെ അറിയില്ലല്ലോ. അപ്പൊ ഞാൻ വീട്ടിൽ വന്ന് പോവാൻ എനിക്ക് നടക്കൂല. അപ്പൊ എന്റെ കൂടെ ഒരാൾ എന്നെ വീട്ടിൽ കൊണ്ടാക്കാൻ വരുമായിരുന്നു മിലിറ്ററിന്ന്. അപ്പൊ അവരോട് ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ട്, അവരെ ആവശ്യമല്ലല്ലോ, ഞാൻ റിക്വസ്റ്റ് ചെയ്യും, ഇങ്ങനെ ഒരാളുണ്ട് എന്റെ, നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് അവൻ വരും. അപ്പൊ എന്റെ കൂടെ അങ്ങനെ വന്നതൊക്കെ ഞാൻ ഇവളോട് പറഞ്ഞ കാര്യമാണ്. നമ്മൾ നേരിട്ട് കണ്ടില്ല, ഫോണിൽ കൂടെയുള്ള സംസാരത്തിലാണ് നീ എന്നെ ഇഷ്ടപ്പെട്ടത്. എന്റെ സംസാരം നേരിട്ട് ഒരു വീൽ ചെയറിൽ എങ്ങനെയാണോ ഒരാൾ ഇരിക്കുന്നത്, എങ്ങനെയാണോ അത് നീ കണ്ടറിഞ്ഞിട്ട് എന്നെ കണ്ടിട്ട് വേണം നീ സ്നേഹിക്കാൻ. പിന്നെ എന്റെ ഉള്ളിലുള്ള അടുത്ത് വന്ന പോയിന്റ് പറഞ്ഞാൽ, നീ കണ്ടതിന് ശേഷം എന്നെ നീ വിട്ടുപോകും, അല്ലെങ്കിൽ നിനക്ക് ഇഷ്ടപ്പെടൂല എന്ന് തന്നെ ഞാൻ പറഞ്ഞു അവളോട്. അപ്പൊ നീ കണ്ടിട്ട് ഇനി തീരുമാനിക്കും നിന്റെ ഈ സ്നേഹം ഉണ്ടാവൂല്ലേ എന്ന്. ഞാൻ പറയുന്നത് നിനക്ക് സ്നേഹം ഒരു പൊടിയെങ്കിലും കുറയുമെന്ന്, നമുക്ക് നോക്കാമെന്ന്. കുറഞ്ഞാൽ നീ എന്നെ വിട്ടോളുണ്ട്, ഇല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകണ്ടെന്ന് പറഞ്ഞു. ഫ്രണ്ട്ഷിപ്പായിട്ട് പോയാൽ മതി, നമ്മുടെ ഇടയിൽ ഈ ബന്ധം വേണ്ടാന്ന് പറഞ്ഞു. എനിക്ക് കാണണമെന്ന് എനിക്കാണ് ഏറ്റവും കൂടുതൽ നിർബന്ധം ഉണ്ടായത്. അങ്ങനെയാണ് ഞാൻ പൂനെന്ന് ഫസ്റ്റ് ലീവില് അവിടെ പോയിട്ട് ട്രെയിനിൽ പോകണം. ഫ്ലൈറ്റ് ട്രിവാൻഡ്രത്തല്ലേ പോവാ, ഇവള് കൊല്ലത്താം. അവിടെ എയർപോർട്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ട്രെയിൻ പിടിച്ചിട്ട് പോയതാ. അങ്ങനെ ഞങ്ങളെ ഇടയിൽ ഉണ്ടായി എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ കാണല്. ഫസ്റ്റ് പ്രാവശ്യം അങ്ങനെ കണ്ടു. രണ്ടാമത്തെ കാണലില് എനിക്ക് വലിയൊരു ഇതാ കിട്ടി. ട്രെയിന് മിസ്സായി. ഞാൻ ബുക്ക് ചെയ്ത ട്രെയിന് ഞങ്ങൾക്ക് 2 കമ്പാർട്ട്മെന്റ് ഉണ്ടാവും, മുന്നിലോ അല്ല ബാക്കിലോ, ഡിസബിൾഡ്. അങ്ങനെ ഞാൻ മുന്നിലായിരുന്നു. ബാക്കിലേക്ക് ഓടി ചെന്ന് അതെന്തായി, വാതിൽ ഉള്ളെന്ന് കുറ്റിട്ട്. അപ്പൊ ഞാൻ പോലീസുകാരെ അവിടെ പോയിട്ട് അടിച്ചപ്പോ അവര് ഉള്ളെന്ന് തുറന്ന് വന്നപ്പോഴും എന്നെ കയറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോഴേക്ക് ട്രെയിൻ എടുത്ത് ട്രെയിന് പോയി. അപ്പൊ അത് നിൽക്കും, ഞങ്ങൾ നിർത്താൻ പറഞ്ഞു. എവിടെ, പോലീസുകാരനോട് പറഞ്ഞു ഒന്ന് നിർത്തി അത് പോയി. പിന്നെ എനിക്കുള്ളതെന്ന് പറഞ്ഞാൽ അടുത്ത ഫ്ലൈറ്റിനും പോകാൻ പറ്റില്ല. അപ്പോഴേ ഒത്തിരി ലേറ്റും ആയിട്ടുണ്ട്. എന്നെ അടുത്ത ഒരു 1:30 രാത്രി 1:30 ട്രെയിൻ ഉണ്ടായിരുന്നു. അത് ബുക്ക് ചെയ്ത് പോയി. ഞാൻ ബാംഗ്ലൂർ പോയിട്ട് ബാംഗ്ലൂർ ഇറങ്ങി. അവിടെ നിന്നാണെങ്കിൽ മഴയും പെയ്ത്. മഴ കൊണ്ടേക്ക് വേറെ എവിടെയും ഓടിക്കയറാൻ പറ്റില്ല. മഴയും കൊണ്ട് അവിടുന്ന് ഒരു ബസ്സും പിടിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. രണ്ടാമത്തെ കാണാൻ ഒത്തിരി റിസ്ക് എടുത്തിട്ടാണ് ഞാൻ പോയത്. അപ്പൊ ഇതൊക്കെ ഇവളോട് ഞാൻ പറഞ്ഞു, ഞാൻ വന്നത് കണ്ടില്ല, അത്രയും റിസ്ക് എടുത്തിട്ടാ വന്നത്. ശരിക്കും പറഞ്ഞ ഒരു സിനിമയ്ക്കുള്ള ഒരു പറഞ്ഞിട്ടുണ്ട്. അമരൻ വീഡിയോ ഞങ്ങൾ ഒന്നിച്ച് പോയിട്ട് കണ്ടപ്പോഴേ അതൊരു റിയൽ സ്റ്റോറിയാണ് ഒരാളുടെ. അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മുടെ ഇതിനൊരു സ്കോപ്പ് ഉണ്ടല്ലോ. തീർച്ചയായും സിനിമ എടുക്കാനുള്ള സ്കോപ്പ് എന്താണ് ഈ കഥക്കുണ്ട്. ഇനി നമ്മൾ എത്തുന്ന കഥയിലേക്ക്.
നമ്മളിപ്പോൾ ഈ 2 വർഷം നമ്മൾ ഇങ്ങനെ നിങ്ങൾ പ്രണയിച്ചു, അതിനുശേഷം അടുത്തൊരു വിവാഹ ഘട്ടത്തിലോട്ട് വരിക. ഇവളുടെ അച്ഛൻ ഗൾഫിലായിരുന്നു, അച്ഛൻ ഇവിടെ നാട്ടിലില്ല. അപ്പൊ ഞങ്ങളെ കാര്യം വീട്ടിൽ ആർക്കും അറിയില്ല. അപ്പൊ അച്ഛൻ വരാനായ ടൈം ഇവള് പറഞ്ഞ അച്ഛൻ ഈ അടുത്ത് വരും, വരാനായി എന്നൊക്കെ പറഞ്ഞപ്പോ ഞങ്ങൾക്കൊരു പേടി. അച്ഛനോ അമ്മ ആരാണെങ്കിലും നമ്മുടെ എത്ര സ്നേഹമാണെങ്കിലും സ്നേഹം ഇവൾക്കും എൻ്റെ ഇടയില്ല, ഞങ്ങൾക്കേ മനസ്സിലാവുള്ളൂ. ഇതിപ്പോ അച്ഛനോടും അമ്മേനോട് പറഞ്ഞു കൊടുത്താൽ പോലും മനസ്സിലാവില്ല. എങ്ങനെ എക്സ്പ്രസ് ചെയ്താലും ഞങ്ങളെ സ്നേഹം ഒരിക്കലും മനസ്സിലാക്കൂല. കാരണം ഞാൻ വീൽ ചെയറിലാണ്. അപ്പൊ ആ കാരണത്താൽ ഞങ്ങൾ തീരുമാനിച്ച് രജിസ്റ്റർ മാരേജ് ചെയ്യാം, നീ ഇറങ്ങിപ്പോര്, പിന്നെ അച്ഛന് വേറെ കെട്ടിക്കാനൊന്നും പറ്റൂലല്ലോ. അങ്ങനെയായിരുന്നു ഞങ്ങളെ പ്ലാന്. അപ്പൊ ഇവളെ അതിന് സമ്മതിച്ച് അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞിട്ടായിരുന്നു ഞങ്ങളെ പ്ലാന്. പ്ലാനൊക്കെ മാറി മറിഞ്ഞു. ഞാൻ ലീവിന് വന്നപ്പോൾ രജിസ്റ്റർ മാരേജ് അല്ല, ഞങ്ങൾ അല്ലാതെ തന്നെ മാരേജ് ചെയ്ത് ഇവളെന്റെ കൂടെ അങ്ങോട്ട് പോകുന്നു. എറണാകുളത്ത് വെച്ച്. അങ്ങനെ പെട്ടെന്ന് സാധാരണ നമ്മളിങ്ങനെ ഒന്ന് അറിയിച്ച അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അല്ലേ ഒരു ഇത് നടത്തുള്ളൂ. എങ്ങനെ നമ്മൾ വീട്ടുകാരെ ഒക്കെ അറിയിച്ചില്ല, കല്യാണ കാര്യങ്ങളൊക്കെ ഞാൻ എന്റെ വീട്ടിൽ അറിയിച്ചിരുന്നു. എന്റെ വീട്ടിൽ പിന്നെ പ്രശ്നം ഉണ്ടാവില്ല. ഞാൻ ഇങ്ങനെ എന്റെ അളിയൻ വഴി അച്ഛനോട് അവതരിപ്പിച്ച കാര്യങ്ങൾ ഇങ്ങനെയാണ്, എനിക്കൊരു കുട്ടീനെ ഇഷ്ടമാണ്. അപ്പോ അച്ഛന് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇങ്ങനെ ഈ സ്ഥിതിയിൽ ആക്സെപ്റ്റ് ചെയ്ത് പറഞ്ഞപ്പോൾ ഇവളെ പറ്റി എനിക്കല്ലേ നന്നായി അറിയാം. ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കി, എനിക്ക് നല്ല ഉറപ്പുണ്ട് അവൾ എന്റെ കൂടെ ഉണ്ടാവും, നല്ല കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അങ്ങനെയാണ് പിന്നെ കല്യാണത്തിലെത്തി. എൻ്റെ വീട്ടിൽ പ്രശ്നമില്ല. അവളെ വീട്ടിൽ അവള് വേറെ എന്താ എവിടെയൊന്ന് പോവാന്നോ പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ അവിടെ നിന്ന് പോന്നതാ. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, അച്ഛൻ്റെ ഈ സീൻ കൊണ്ട് മാത്രം, വേറെ കെട്ടിക്കോന്ന് പേടിച്ചിട്ട് മാത്രം അപ്പം ചെയ്തത്. ഇല്ലേ പിന്നെ ഞങ്ങളപ്പം മാരേജ് ചെയ്യില്ലായിരുന്നു. ആ ഒരു പേടിയാണ് ഞങ്ങളെ മനസ്സിലാവുന്നത്. ഞങ്ങൾ അച്ഛനോട് ചോദിച്ചിട്ട് അച്ഛന്റെ സമ്മതത്തോടെ ചെയ്യലായിരുന്നു. പിന്നെ നഷ്ടമായി പോകരുതല്ലോ, എനിക്ക് നഷ്ടപ്പെട്ട എനിക്ക് സഹിക്കാൻ കഴിയില്ല. എനിക്കിപ്പോ പെട്ടെന്ന് അവളുടെ അച്ഛൻ അറിഞ്ഞിട്ട് വേറെ കെട്ടിക്കുകയാണെങ്കിൽ എനിക്ക് പൂനെന്ന് കൊല്ലം എത്താൻ പറ്റൂല. ഒന്നാമത് വീൽചെയറിലാണ്. എനിക്ക് ഒറ്റയടിക്ക് എത്തിയിട്ട് എനിക്ക് ഇങ്ങനെ ഒന്ന് പറഞ്ഞ് അവതരിപ്പിക്കാനൊന്നും അതിനുള്ള ഒരു മാനസികാവസ്ഥയല്ല, എന്റെ ഫിസിക്കലി അതിനെ സമ്മതിക്കില്ല. അത് പേടിച്ചിട്ട് മാത്രമാണ് ഞങ്ങൾ നേരത്തെ ഒരു മുൻകൂറായിട്ട് രജിസ്റ്റർ മാരേജ് ചെയ്യാന്ന് കരുതിയിട്ട്. ഞങ്ങൾക്ക് ഒരിക്കലും പിരിയാൻ പറ്റൂല. തിരിച്ച് എന്റെ വീട്ടിൽ തന്നെ വരണം എന്നായിരുന്നു, ആരും അറിയാത്ത രീതിയിൽ. തിരിച്ച് ഇവളെ വീട്ടിൽ കൊണ്ടുവിടുക, അങ്ങനത്തെ ഒരു രീതിയാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ എറണാകുളത്തപ്പൻ എന്ന് പറഞ്ഞ അമ്പലത്തിൽ വെച്ചിട്ട് ഞങ്ങൾ മാരേജ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ അളിയന്മാരും എല്ലാവരും കൂടെ ഇവളെ മോട്ടിവേറ്റ് ചെയ്ത് എന്നോടും പറഞ്ഞു, കെട്ടിയ പെണ്ണിനെ തിരിച്ച് വീട്ടിലേക്കല്ല വേണ്ടേ, കെട്ടിയവന്റെ കൂടെയാണ് കൊണ്ടുപോകേണ്ടത്, നീ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആദ്യം ഇവളോട് ചോദിച്ചു, അത് പ്രശ്നമാവൂലേ പിന്നെ വീട്ടിലേ വന്നാല്? അപ്പൊ ഇവൾക്കും അതിൽ മൈൻഡ് മാറി. അതുവരെ ഞങ്ങളെ പ്ലാന് തിരിച്ചു പോകണമെന്ന്, അതിൽ മൈൻഡ് മാറി. ഇവള് എന്നോട് റിക്വസ്റ്റ് ചെയ്ത്, വേണ്ട ഞാൻ അവിടെ വന്നിട്ട് പോവാന്ന്. അങ്ങനെയാണ് ഇവൾ എന്റെ കൂടെ എന്റെ വീട്ടിലേക്ക് വരുന്നത്. അപ്പോഴും ഞങ്ങളെ പ്ലാൻ എന്ന് പറഞ്ഞാല് ആരും അറിയിക്കാതെ ഒരു ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വിടുക. ഇവള് കോഴ്സോ എന്തോന്ന് പറഞ്ഞിട്ടാ പോയത്, അവിടെ വീട്ടിൽ നിന്ന് പോവാന്ന് പറഞ്ഞു. അപ്പൊ അത് ഇനി സമയം എടുക്കുമെന്ന് പറഞ്ഞിട്ടോ എന്തെങ്കിലും ഒപ്പിക്കാന്ന് വിചാരിച്ചിട്ട് കൊണ്ടുപോയി. അപ്പൊ എന്റെ നാട്ടിൽ ഞാൻ ഇപ്പൊ കൊണ്ടുപോയ എല്ലാവരും ചോദിക്കൂലേ, ഏതോ ഒരു പെണ്ണിനെ കൂട്ടി വന്നതെന്ന് പറഞ്ഞു. അത് അറിയിക്കാൻ വേണ്ടി ഞങ്ങളെ അപ്പം തന്നെ എന്ത് ചെയ്ത്, ഞങ്ങളെ മാരേജിന്റെ എന്റെ നാട്ടില് സ്റ്റാറ്റസ് ഇട്ട്, എന്റെ അളിയന്മാരും എല്ലാരും ചാറോ പറ സ്റ്റാറ്റസും ഇട്ട് ഗ്രൂപ്പിലൊക്കെ എടുത്ത്. കണ്ണന്റെ കല്യാണം കഴിഞ്ഞെന്ന് എല്ലാവരും അറിയണല്ലോ, അപ്പൊ ആരും ചോദിക്കൂലല്ലോ. സ്റ്റാറ്റസ് ഇട്ടപ്പോ ഒത്തിരി പേര് കണ്ട്. അങ്ങനെ വീട്ടിലേക്ക് പോയതാ. വീട്ടിലെ ചെന്ന് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ഞങ്ങളെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ വീഡിയോ ഇട്ട്. ആരായിട്ട് ഞാൻ തന്നെയാ തോന്നുന്നത്. ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിലിട്ടപ്പോ എന്താ പറ്റിയെന്ന് പറഞ്ഞാല് കൊല്ലത്തറിഞ്ഞു. അപ്പോഴാണ് ഇവളെ അമ്മയെ അവിടുന്ന് വിളിക്കുന്നത്, എന്റെ മാരേജ് ഇങ്ങനെ. അപ്പൊ ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു, ഇങ്ങനെയാണ്, എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് കൂടെ പോന്നു എന്നുള്ളത്. അപ്പോഴും പിന്നെ അവിടെ ആകെ മൊത്തം സീനായി. അപ്പൊ അവര് നേരെ ചെയ്തതെന്ന് പറഞ്ഞാല് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എന്റെ മോളെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് കംപ്ലൈന്റ് കൊടുത്തു. അങ്ങനെ തന്നെയാണ് അതിന്റെ പ്രൊസീജിയർ, രീതി അങ്ങനെ തന്നെ തീർച്ചയായിട്ടും. അപ്പൊ അവര് കംപ്ലൈന്റ് കൊടുത്തു, എന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു, അവിടുത്തെ SI കൊല്ലം. അപ്പൊ ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു, സാറേ എന്റെ കൂടെ ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടി അവളെ സമ്മതപ്രകാരം വന്നാണ് ഞങ്ങൾ മാരേജും കഴിഞ്ഞ്. ഞാൻ എന്റെ മാരേജ് സർട്ടിഫിക്കറ്റ് അയച്ചും കൊടുത്തു. അപ്പൊ SIക്ക് കാര്യം മനസ്സിലായി. എന്നോട് പറഞ്ഞു, അതിലൊന്നും കുഴപ്പമില്ല, അവളുടെ ഇഷ്ടമാണ്, അവൾ വന്ന് നിങ്ങൾ ഒന്നിച്ച് ജീവിക്കും. പക്ഷെ ഇവിടെ കംപ്ലൈന്റ് കിട്ടിയ സ്ഥിതിക്ക് FIR ഇടണ്ടെങ്കിൽ ഇവിടെ വന്ന് നിങ്ങളൊന്ന് ഹാജരാവേണ്ടി വരും. അപ്പൊ ഇവിടുന്ന് കൊല്ലം പിന്നെയും പോവണ്ടേ, ഞാൻ ഓൾറെഡി അവിടുന്ന് എറണാകുളത്ത് നിന്ന് വരിക. അപ്പൊ ആ ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞപ്പോ അവര് വരേണ്ടി വരും, എവിടെയാണോ കേസ് അന്ന് അവിടെ വരേണ്ടി വരും. അപ്പൊ ഞങ്ങള് ഓക്കെ എന്തായാലും ചെല്ലാന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം എല്ലാവരും കൂടെ ചേർന്നിട്ട്, അവൾക്ക് പിന്നെ മൊത്തം ടെൻഷൻ ആയിരുന്നു. അയ്യോ എന്റെ അച്ഛൻ ഇവിടെ വന്ന് എന്നെ കൊല്ലും, അച്ഛൻ ഇങ്ങനെ ആക്കും, നല്ല പേടി ഉണ്ടായിരുന്നു. പക്ഷെ ഏറ്റവും ഒരു ഇതെന്ന് പറഞ്ഞാല് അവരുടെ വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല കാര്യങ്ങൾ. ഞങ്ങൾ അവിടെ പോലീസ് സ്റ്റേഷനിൽ പോയി
മര്യാദക്ക് കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ അവിടെ ഇറങ്ങിയില്ലായിരുന്നു. ഇവള് കാര്യങ്ങളൊക്കെ ഉള്ളോട്ട് പോയി. ആരും വന്ന് ഈ അടി പിടി അങ്ങനെ ഒന്നും ഉണ്ടായില്ല. ഞങ്ങൾക്ക് ആ പേടിയുണ്ടായിരുന്നു. കൊല്ലംകാരാണ്, അപ്പൊ കുറച്ച് ആ ഒരു പേടിയുണ്ടായിരുന്നു. ഉള്ളത് പറഞ്ഞല്ലോ എന്താ, ഞങ്ങൾക്ക് ആ ഒരു പേടിയുണ്ട്. കൊല്ലംകാര് കാണുകയെ കൊല്ലംകാരെ കുറ്റം പറഞ്ഞതൊന്നല്ല. അപ്പൊ അങ്ങനെ പേടിയുള്ളത് നമ്മള് പറയണല്ലോ. അത് പറഞ്ഞപ്പോഴാണ് അവിടെ ചെന്നപ്പോ ഇവളുടെ കൊച്ചച്ഛനൊക്കെ ഉണ്ട്, എന്നോട് വന്ന് സംസാരിച്ച് മോൻ എന്ത് പറ്റിയതാ കാര്യങ്ങളൊക്കെ മര്യാദക്ക് തന്നെ ചോദിച്ചു. ഞാൻ എന്റെ കാര്യങ്ങൾ പറഞ്ഞു, എനിക്ക് ഇങ്ങനെയാണ്, ഇങ്ങനെ ആർമിയിൽ നിന്ന് പറ്റിയിട്ടുണ്ട്. അപ്പൊ അവരെന്നെ പറഞ്ഞു, നമ്മുടെ കയ്യിലല്ല ഒന്നും, എപ്പോഴാ എന്താ പറ്റാന്ന് പറയാൻ പറ്റൂല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നല്ലതായി. അങ്ങനെ അത് അവിടുന്ന് പിന്നെ പോലീസ് ഞാൻ എഴുതി ഇവളുടെ പൂർണ്ണ ഉത്തരവാദിത്വം എനിക്കായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് കൈയും പിടിച്ച് പോകുന്നതാണ് ഈ ജീവിതം. അതിൽ കവർ ചെയ്യുന്നതിന്റെ ഇടയിൽ ഒരു ഇതിൽ ഞാൻ കയറുമ്പോൾ കൂടെ കയറി തിരിഞ്ഞ് ഇറങ്ങുന്നതായിരുന്നു. അപ്പൊ ആ ഇറങ്ങുന്നതിൽ കയറ് പൊട്ടി, പിടിച്ച കയറ് പൊട്ടിയിട്ട് ബാക്ക് അടിച്ച് വീണതാണ്. എനിക്ക് അപ്പം മുതൽ ബോധം പോയതായിരുന്നു. എൻ്റെ റൈഫിൾ ഉണ്ടായിരുന്നു, റൈഫിൾ ഇവിടെ ഹെഡ് ഇഞ്ചുറിയും വന്ന് അങ്ങനെ ബാക്കിൽ എല്ല് പൊട്ടിയിട്ടാണ് സ്പൈൻ ഇഞ്ചുറി ആയി. പിന്നെ ആദ്യം ഒരു മിലിറ്ററി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടുന്ന് സ്കാൻ ചെയ്തപ്പോൾ സ്പൈനിന് ഇത് പറ്റിയെന്ന് പറഞ്ഞ് അവിടുന്ന് എന്നെ നേരെ ട്രാൻസ്ഫർ ചെയ്തു ചണ്ഡിമന്ദിർ ഹോസ്പിറ്റലിൽ. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.